ശിവശങ്കറിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി സ്വപ്ന സുരേഷ് രംഗത്തെത്തി. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകും. എൻഫോഴ്സ്മെന്റ് നേരായ പാതയിലെത്തിയതിൽ സന്തോഷമുണ്ടെന്നും വമ്പൻ സ്രാവുകൾ പുറത്തുവരുമെന്നും സ്വപ്ന പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പങ്ക് പുറത്തുവരുമെന്നും സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ സ്വർണ്ണക്കടത്തിലെ ബിരിയാണി ചെമ്പ് ആരോപണം സ്വപ്ന ആവർത്തിച്ചു. വിരമിച്ച ഉദ്യോഗസ്ഥനാണെങ്കിലും എം ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. അറസ്റ്റ് സർക്കാരിനെതിരെ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. അറസ്റ്റിന് പിന്നാലെ കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് വി.ഡി. സതീശൻ. വിവാദം സർക്കാരിന് കരിനിഴലാവില്ലെന്ന് വിശദീകരിച്ചാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. അതേസമയം അറസ്റ്റിനെ തള്ളിപ്പറയുവാൻ നേതാക്കൾ തയ്യാറായിട്ടുമില്ല. ഒരിടവേളയ്ക്ക് ശേഷം ലൈഫ് മിഷൻ ഇടപാടിൽ ഇഡി നടപടി കടുപ്പിച്ചതോടെ ശിവശങ്കറിന്റെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം മുൻപുന്നയിച്ച ആരോപണം ശിവശങ്കറിന്റെ അറസ്റ്റോടെ ശരിയാണെന്ന് തെളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷവാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാമായിരുന്നയാൾ തനിക്ക് മാത്രമായി കോഴ വാങ്ങില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതേസമയം ശിവശങ്കറിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്, അത് അതിന്റെ വഴിക്ക് പോട്ടെ. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനും കഴിയില്ല. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് എങ്കിൽ അതൊന്നും കഴിയില്ല.